10ാം ക്ലാസ് ടേം 1 മാത്തമാറ്റിക്സ് എക്സാം കഴിഞ്ഞ് കുറേയധികം കുട്ടികൾ ആശങ്കയിലാണ് അല്ലേ? കുട്ടികൾ മാത്രമല്ല, രക്ഷിതാക്കളും അധ്യാപകരും ആകെ അങ്കലാപ്പിലാണ്. പക്ഷേ നമുക്ക് ഇതെങ്ങനെ മറികടക്കാം? കുട്ടികൾക്ക് എങ്ങനെ SSLC എക്സാം ആകുമ്പോഴേക്കും കോൺഫിഡൻസോടുകൂടി ഇത്തരം എക്സാമുകളെ സമീപിക്കാൻ സാധിക്കും? കുട്ടികൾ മാത്രമല്ല, രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ച് ചിന്തിക്കേണ്ട കാര്യമാണത്. പഠന രീതിയിലും പരിശീലനത്തിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ പരിശീലിച്ചിട്ടില്ലാത്ത ചോദ്യഘടനയിലാണ് ഈ വർഷം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾക്കും വിഷമം അനുഭവപ്പെട്ടത്. ഈ വർഷം തീർച്ചയായും സ്പൂൺ ഫീഡിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല കൂടുതൽ വരുന്നത്. കുറച്ച് ഫോർമുലകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വർഷം ഗണിത പരീക്ഷ എഴുതാൻ സാധിക്കില്ല. അപ്പോൾ ഈ വർഷം നാം എങ്ങനെ പരിശീലിക്കണം? ഒരു ആശയം പഠിക്കുമ്പോൾ തന്നെ ആശയം ശരിയായി മനസ്സിലാക്കുകയും പരീക്ഷയ്ക്ക് വരുന്ന മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും വേണം. ചിന്തിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ആ ഫോർമുലയിലേക്ക് എത്തുന്ന പ്രോസസ്സ് നന്നായി ശ്രദ്ധിക്കണം. ഫോർമുല എന്ന് പറയുന്നത് ഒരു ആശയത്തിന്റെ ചുരുക്കെഴുത്താണ്. ആശയം ശരിയായി മനസ്സിലാക്കാതെ ചുരുക്കെഴുത്ത്, അതായത് ഫോർമുല മാത്രം കാണാപ്പാഠം പഠിച്ചു പോയ ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് കൂടുതൽ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുൻപായി നിങ്ങൾ തീർച്ചയായും ആ കോൺസെപ്റ്റുകൾ വർക്ക്ഷീറ്റുകളിലൂടെയോ മറ്റേതെങ്കിലും നല്ല ഒരു ഉപാധിയിലൂടെ ശരിയായി മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ പ്രോബ്ലം കുട്ടികൾ പരിശീലിക്കാവൂ. കൺസെപ്റ്റുകൾ ശരിയായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നാം വർക്ക്ഷീറ്റുകളിലൂടെ ആശയത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ വർക്ക്ഷീറ്റുകളുടെ മലയാളം ഇംഗ്ലീഷ് PDF കോപ്പി കിട്ടുന്നതിന് ജോയിൻ ചെയ്യേണ്ട വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കഴിഞ്ഞ ക്ലാസ്സുകളുടെ SSLC മാത്സ് എന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും കൊടുക്കുന്നുണ്ട്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ടേം 1 എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയായിരുന്നു. ഇവിടെ ആൻസർ ചെയ്യുമ്പോൾ തന്നെ ആ ആൻസറിലേക്ക് എത്തുന്നതിനെ സ്വീകരിക്കുന്ന നല്ല മാർഗങ്ങൾ നോട്ട് ചെയ്യുകയും അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ലളിത. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇവിടെ ചതുരാകൃതിയായ ഒരു പച്ചക്കറി തോട്ടം. ആ പച്ചക്കറി തോട്ടത്തിന്റെ വലിയ വശം ചെറിയ വശത്തേക്കാൾ 8 മീറ്റർ കൂടുതലാണ് എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ പച്ചക്കറി തോട്ടം ചതുരാകൃതിയാണ്. ഇതിന്റെ വലിയ വശം, ചെറിയ വശം x ആണെങ്കിൽ വലിയ വശം x+8 എന്ന് എടുക്കുക അല്ലേ? വലിയ വശം 8 കൂടുതലാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇതിന്റെ പരപ്പളവ് 180 ആണ്. ഇതിന്റെ ഉള്ളിലുള്ള സ്ഥലം ഏരിയ 180 ചതുരശ്ര മീറ്റർ ആണ് അല്ലേ? 80 ചതുരശ്ര മീറ്റർ ആണ്. ഓക്കെ. ഇവിടെ തന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കുക എന്നാണ്. എന്താണ് മക്കളെ ചതുരത്തിന്റെ പരപ്പളവ്? റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള സൂത്രം എന്താണ്? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പരപ്പളവ് എന്തായിരിക്കും? പരപ്പളവ് അതായത് ഏരിയ എന്താണ്? 180 ആണ് എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ പരപ്പളവ് കാണാനുള്ള മാർഗം x ഇൻറ്റു x+8 ആണ്. x ഇൻറ്റു x+8 ഈക്വൽ ടു 180. x ഇൻറ്റു x+8 സമം 180. ക്ലിയർ? ഇത് സമവാക്യാക്കിയാൽ x ഇൻറ്റു x² പ്ലസ് x ഇൻറ്റു 8 8x സമം 180. ഇതാണ് നമുക്ക് ആവശ്യപ്പെട്ട സമവാക്യം. ഓക്കെ. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം എന്നില്ല. നമുക്ക് ഇതാണ് ആവശ്യപ്പെട്ട സമവാക്യം. ക്ലിയർ അല്ലേ? ഇനി ചോദ്യം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ വശങ്ങളുടെ നീളം കണ്ടെത്തണം എന്നാണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്തണം, എക്സിന്റെ വിലകൾ കണ്ടെത്തണം അല്ലേ? അതിന് നമുക്ക് x² പ്ലസ് 8x സമം 180 ആണ്. വർഗം പൂർത്തിയാക്കൽ രീതിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു അതിന്റെ സൂത്രം? എക്സിന്റെ ഗുണകം, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫ്, 8ന്റെ പകുതി 4, 4ന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടണം. ഒന്നുകൂടി പറയാം, 8, 8ന്റെ പകുതി 4, ആ 4ന്റെ സ്ക്വയർ ആണ് രണ്ട് ഭാഗത്തും ആഡ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ഈ ഭാഗം എന്തായി മാറും? അത് ഏത് സംഖ്യയുടെ സ്ക്വയർ ആയിട്ട് മാറും? ഏത് സംഖ്യയുടെ? ഒന്ന് x² നിന്ന് x, 4 സ്ക്വയറിൽ നിന്ന് അതിന്റെ വർഗ്ഗമൂലം 4. കണ്ടോ? ഇവിടെ പ്ലസ് ചിഹ്നാണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് എടുത്തു. അപ്പൊ ഇത് x+4 ഹോൾ സ്ക്വയർ ആണ്.
ഇവിടെ എത്ര കിട്ടി? 180, 16, 196. ഓക്കെ, എക്സ് പ്ലസ് 4 എന്ന സംഖ്യയുടെ സ്ക്വയർ ആണ് 196. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 4 എന്തായിരിക്കും? എക്സ് പ്ലസ് 4 ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് 196? നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. 10ന്റെ സ്ക്വയർ 100 ആണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വിഷമമില്ല. ഇനി 20ന്റെ സ്ക്വയർ എത്രയാണ്? 20ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 4, 400 ആണ്. ഇതിന്റെ ഇടയിലാണ് 100ന്റെയും 400ന്റെയും ഇടയ്ക്കാണ് 196 അല്ലേ? 196 100ന്റെ ഏകദേശം അടുത്താണ്, 400നേക്കാൾ കുറെ അകലത്തിലുമാണ്. പിന്നെ ചിന്തിക്കുന്നത് 10നും 20നും ഇടയ്ക്കാണ് ആൻസർ വരിക. 10നും 20നും ഇടയ്ക്കാണ് നമ്മുടെ നമ്പർ വരിക അല്ലേ? 196 എന്ന് പറയുന്നത് 6ലാണ് അവസാനിക്കുന്നത്. 6ൽ അവസാനിക്കണമെങ്കിൽ 4, 4, 16 6ൽ അവസാനിക്കും. 6, 6, 36. അപ്പൊ 4ലോ 6ലോ ആയിരിക്കണം. അതായത് 14 അല്ലെങ്കിൽ 16 ആയിരിക്കണം. ഓക്കെ, പക്ഷേ 100ന്റെ അടുത്ത് 196 ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 400ന്റെ അടുത്തല്ല, 300ന്റെ അവിടേക്കൊന്നും കടന്നിട്ടില്ല അല്ലേ? 200 പോലും എത്തിയിട്ടില്ല. ക്ലിയർ? അതുകൊണ്ട് നമുക്ക് 14 ആകാനാണ് സാധ്യത. നിങ്ങൾ ഗുണിച്ചു നോക്കുക. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 14ന്റെ സ്ക്വയർ 196. അതായത് എക്സ് പ്ലസ് 4 14 ആണ്. എക്സ് പോസിറ്റീവ് സംഖ്യ ആയതുകൊണ്ട് 14 എന്ന് എടുക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് 14 എന്നും എടുക്കണമായിരുന്നു. കണ്ടോ, എക്സിൽ നീളമായതുകൊണ്ട് പോസിറ്റീവാണ്. അതുകൊണ്ട് എക്സ് പ്ലസ് 4 14. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സ് എന്ന് പറയുന്നത് 10 ആയിരിക്കും അല്ലേ? 10നോട് 4 കൂട്ടിയാലല്ലേ 14. എക്സ് എന്ന് പറയുന്നത് 10 ആണ്. അതായത് വശങ്ങളുടെ നീളങ്ങൾ എക്സ് 10 മീറ്ററും പിന്നെ 10നേക്കാൾ 8 കൂടുതൽ 18 മീറ്ററും ആയിരിക്കും. എടുത്തെഴുതാം. ലെങ്ത് ഓഫ് സൈഡ്സ് വശങ്ങളുടെ നീളങ്ങൾ സമം 10 മീറ്റർ 18 മീറ്റർ. ക്ലിയർ? ചതുരത്തിന്റെ വശങ്ങൾ 10 മീറ്ററും 18 മീറ്ററും. സിമ്പിൾ അല്ലേ? അത് ആലോചിച്ച് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. ക്വസ്റ്റിനെ നന്നായി മനസ്സിലാക്കുക, എന്നിട്ട് ആലോചിക്കുക കേട്ടോ. നിങ്ങളെ ഇത് ഈ മോഡലിൽ തന്നെയാണ് സ്ക്വയർ കംപ്ലീഷനിൽ കൂടുതലും ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഒരെണ്ണത്തിനേക്കാൾ മറ്റത് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് എന്നുള്ള രീതി തന്നെയാണ് കൂടുതലും ചോദിക്കുക. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്, വർഗം പൂർത്തിയാക്കൽ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇവിടെ പറയുന്നത് 7ന്റെ ഗുണിതങ്ങൾ 7ന്റെ മൾട്ടിപ്പിൾ ആയ എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സും 3 അക്ക സംഖ്യകളും ഉള്ള ഒരു ശ്രേണിയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യ പദവും അവസാന പദവും കണ്ടുപിടിക്കുക എന്നാണ്. 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് 7 വീതം കൂട്ടി കൂട്ടി പോകുന്ന ഒരു സീക്വൻസ് ശ്രേണിയാണ് അല്ലേ? അതായത് പൊതുവ്യത്യാസം എത്രയാണ്? ഡി എന്ന് പറയുന്നത് 7 ആയിരിക്കും എന്നൊരു ഐഡിയ ആണ് ആദ്യം വേണ്ടത്. 7 കൂട്ടി കൂട്ടി പോകുന്ന ശ്രേണിയാണ്. 7, 14, 21 അങ്ങനെ അല്ലെ? ഇവിടെ 3 അക്ക സംഖ്യകൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം മക്കളെ, ആദ്യത്തെ 3 അക്ക സംഖ്യ 100 ആണ്. അവസാനത്തെ 3 അക്ക സംഖ്യ 999 ആണ്. ഓക്കെ, എങ്കിൽ ഈ 100 മുതൽ 999 വരെയുള്ള സംഖ്യകളല്ലേ ഈ ശ്രേണിയിൽ ഉൾപ്പെടുക? അതിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്നതാണ് അല്ലേ? നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ. 100നെ ഏതുകൊണ്ട്? 7ന്റെ ഗുണിതം അല്ലേ? അവിടെ 7 കൊണ്ട് ഹരിച്ചു നോക്കൂ. ഇത് 7ന്റെ ഗുണിതമാണോ? ആദ്യത്തെ 7ന്റെ ഗുണിതം ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് കേട്ടോ. 7 കൊണ്ട് ഹരിച്ചു നോക്കുക. 7 30ൽ 7 4 പ്രാവശ്യം. ശിഷ്ടം 2 ആണ് അല്ലേ? ശിഷ്ടം 2 വരുന്നുണ്ട്. അതായത് 100 എന്ന് പറയുന്നത് 7ന്റെ ഗുണിതത്തേക്കാൾ 2 കൂടുതലാണ്. ഇനി ആദ്യത്തെ 7ന്റെ ഗുണിതം കണ്ടെത്താൻ നമുക്കൊരു കാര്യം ചെയ്യാം. 2 രീതിയിലേക്ക് ചിന്തിക്കാം. 7ൽ ബാക്കി 2 ആണ് വരുന്നത്. ഇനി ഒരു 5 കൂടി കൂടിയാൽ മതി 7 കിട്ടാൻ അല്ലേ? ഇവിടെ 5 കൂടി കൂടിയാൽ നമുക്കൊരു 7ന്റെ ഗുണിതം കിട്ടും. ശരിയല്ലേ? ബാക്കി 2 ആണ് വരുന്നത്. ഒരു 5 കൂടി ഇവിടെ ആഡ് ചെയ്താൽ മതി. ആ 5 തന്നെ ഇവിടെയും ആഡ് ചെയ്താൽ പോരെ? എങ്കിൽ വീണ്ടും ഒരു 7 കൂടി കടന്നു വരും അല്ലേ? ആ രീതിയിൽ ചിന്തിച്ചാൽ ആദ്യത്തെ സംഖ്യ 105 ആണ്. ആദ്യ പദം 105 കേട്ടോ. ഇതിൽ ഫസ്റ്റ് ടേം ആദ്യ പദം 105. വേറെ രീതിയിലും ചിന്തിക്കാം. 2 ശിഷ്ടം കൂടുതലാണ്. അതായത് ഇവിടെ 100ന് 2 കുറച്ചാൽ നമുക്ക് 7ന്റെ ഗുണിതം കിട്ടും അല്ലേ? 2ന് 2 കുറച്ചാൽ ഇവിടെ ശിഷ്ടം 0 ആകും. അതുകൊണ്ട് 7ന്റെ ഗുണിതം കിട്ടും. അതായത് 98 ഒരു 7ന്റെ ഗുണിതമാണ്. 98 7ന്റെ ഗുണിതമാണെങ്കിൽ അടുത്തത് 105. ഓക്കെ, ഇങ്ങനെ ചിന്തിച്ചാലും മതി. നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ പറ്റില്ല, 3 അക്ക അല്ലാത്തത് കൊണ്ട്. അപ്പൊ അടുത്തത് 105 എന്ന് കിട്ടും. അപ്പൊ ഏത് രീതിയിലെങ്കിലും ചിന്തിക്കാം. 2 രീതികളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 100ൽ 7കൾ കഴിച്ച് ബാക്കി 2 ഉണ്ട് അല്ലേ?
ആ 2 ബാക്കിയുള്ളൂ. ഇനി ഒരു 5 കൂടി ഉണ്ടായാൽ വീണ്ടും 7ആയി അല്ലേ? ആ കൂടുതൽ കൂട്ടേണ്ട 5 നമ്മൾ സംഖ്യയിൽ തന്നെ കൂട്ടുക, അതായത് 105. ക്ലിയർ? ഇനി രണ്ടാമത്തെ രീതി പറഞ്ഞത് ഞാൻ ശിഷ്ടം 2ആണ്. ആ 2 ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് 7ന്റെ ഗുണിതമായേനെ. അതായത് 2 കുറച്ചാൽ 98 7ന്റെ ഗുണിതാണ്. 98 7ന്റെ ഗുണിതാണെങ്കിൽ അത് 2 അക്കമാണ്, 3 അക്കമല്ല. അതുകൊണ്ട് 98 കഴിഞ്ഞാൽ 7 കൂട്ടി കഴിഞ്ഞാൽ 105ലേക്ക് എത്തും. ക്ലിയർ ആയില്ല? ആ സ്റ്റെപ്പ് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പല കുട്ടികളും എല്ലാത്തിനെയും എടുത്ത് 100നെ 7 കൊണ്ട് ഹരിച്ചു നോക്കി, 101നെ 7 കൊണ്ട് ഹരിക്കുക, അങ്ങനെ പലതും ഹരിച്ചു നോക്കിയിട്ടാണ് നമ്മൾ 105ലേക്ക് എത്തുന്നത്. ഇങ്ങനെ ചെയ്താൽ സമയം നമ്മുടെ വേസ്റ്റ് ആണ്. നമുക്ക് കൂടുതൽ സമയം വേറെ കാര്യങ്ങൾക്ക് മാച്ച് ചെയ്യാൻ സമയമില്ലാതെ വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോവുക കേട്ടോ. അപ്പോൾ 105ൽ നിന്ന് തുടങ്ങി അടുത്ത 112 ആകും. അങ്ങനെ പോയി അവസാനത്തെ 3 അക്ക സംഖ്യ ഏത് എന്നാണ് ചോദ്യം അല്ലേ? അവസാനത്തെ 3 അക്ക സംഖ്യ കാണുന്നതിന് ഇവിടെ 100നെ ഹരിച്ച പോലെ തന്നെ നമ്മൾ 999നെയും 7 കൊണ്ട് ഹരിച്ചു നോക്കൂ. 999 ഡിവൈഡഡ് ബൈ 7 എത്ര റിമൈൻഡർ വരും നോക്കാം കേട്ടോ. അതായത് 7 99ൽ ഒരു പ്രാവശ്യം, 2 29, 7 4 28, 19ൽ 7 2 പ്രാവശ്യം 14 അല്ലേ? 5. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചിന്തിക്കുകയായിരുന്നു വെച്ചെങ്കിൽ 5നോട് 2 കൂട്ടണം. അങ്ങനെയാണെങ്കിൽ 999നോട് 2 കൂട്ടിയാൽ മതി. അതായത് 1001. പക്ഷെ ഇതൊരു 3 അക്ക സംഖ്യയല്ല. അതുകൊണ്ട് 1001ൽ നിന്ന് 7 പിന്നിലോട്ട് പോകണം. 4 അക്കമല്ലേ മുന്നിലേക്ക് പോയാൽ കിട്ടുക. 1001ൽ നിന്ന് 7 കുറച്ചു. അപ്പൊ നമുക്ക് 994 കിട്ടും. ഈ രീതിയിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചിന്തിക്കാം. 5 ശിഷ്ടം വേണ്ട, ഇവിടെ ഗുണിതമാവുക വേണ്ടത്. ഗുണിതം 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 5 വരണം എന്നാണ് കണ്ടീഷനെങ്കിൽ ഓക്കെ. ഇവിടെ 7ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ ശിഷ്ടം 0ആണ്. അതുകൊണ്ട് 5 ഇവിടെ മൈനസ് ചെയ്തു, ഇവിടെയും 5 മൈനസ് ചെയ്തു. അതായത് 994 നേരിട്ട് എത്തും കേട്ടോ. അപ്പൊ അതായത് ലാസ്റ്റ് 994. അപ്പൊ ആദ്യ പദം 105, അവസാന പദം 994. ഈ ശ്രേണി ക്ലിയർ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആകെ എത്ര പദങ്ങളുണ്ട് എന്നാണ്. ഇതിൽ നിന്ന് ഇതിലേക്ക് 7കളാണ് കൂടിയത്. എത്ര 7കൾ കൂടിയിട്ടുണ്ട് നോക്കുക അല്ലെ? ഇത് തമ്മിൽ അകലം എത്രയുണ്ട്? അതായത് 994 മൈനസ് 105 എന്നുള്ളത് എത്ര 7കളാണ്? എത്ര പൊതുവ്യത്യാസമാണ്? 994ൽ നിന്ന് 105 മൈനസ് ചെയ്ത് നോക്കാം. അതെത്രയാണ്? എത്ര കിട്ടും? 889 കിട്ടും അല്ലെ? 105ൽ നിന്ന് 994ലേക്കുള്ള ആ വ്യത്യാസം 889 കൂടിയിരിക്കുന്നത്. 889 വർദ്ധിച്ചിരിക്കുന്നത് അല്ലെ? ഇത് എത്ര പൊതുവ്യത്യാസമാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. 889നെ 7 കൊണ്ട് ഹരിച്ചു നോക്കാം. 889 എന്ന് പറയുന്നത് 127 7കളാണ്. 127 7കളാണ്. അതായത് 127 ഡി ആണ് അല്ലെ? 127 ഡി. ആദ്യ പദത്തോട് 127 ഡി കൂട്ടിയാൽ, ആദ്യ പദത്തോട് 127 ഡി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 128ാം പദമാണ് അല്ലെ? 128ാം പദം. അതായത് നമുക്ക് കിട്ടുന്നത് ഇതിൽ എത്ര പദങ്ങളുണ്ട്? 128 പദങ്ങളുണ്ട്. ക്ലിയർ? നമ്മൾ ചെയ്തത് ഇത്രയാണ്. ഇതിൻ്റെ ഇടയിൽ എത്ര പൊതുവ്യത്യാസമുണ്ട് എന്നറിയാൻ 994 മൈനസ് 105, അങ്ങനെ 889 കൂടിയത്. അത് 889ൽ എത്ര 7കൾ പരിശോധിച്ചപ്പോൾ 127 ഡി ആണ്. അതായത് 105നോട് 127 ഡി കൂട്ടിയപ്പോഴാണ് ഇവിടെ എത്തിയതെങ്കിൽ ഇത് എത്രാം പദമായിരിക്കും? 128ാം പദമായിരിക്കും. അതായത് ഇതിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 128 എണ്ണം ഉണ്ടായിരിക്കും. പദങ്ങളുടെ എണ്ണം 128. അപ്പൊ ഇത് സിമ്പിളായിട്ട് എങ്ങനെയും ചെയ്യാം കേട്ടോ. 994 മൈനസ് 105 ഇതാണ് നമ്മൾ ആദ്യം ചെയ്തത്. അതിൽ എത്ര 7കളുണ്ട് എന്ന് പരിശോധിച്ചു. 7കൾ ഉണ്ടായെന്ന് പരിശോധിച്ചതിന് ശേഷം ആ സംഖ്യയോട് 1 കൂട്ടി. ഈ ഐഡിയയാണ്, ഈ സൂത്രമാണ് ഇതുവഴി നമ്മൾ ചെയ്തത് കേട്ടോ. പല കുട്ടികൾ നേരിട്ട് സിമ്പിളായിട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ ആശയം മനസ്സിലാക്കിയിട്ട്. കാരണം ഇതിൽ വേറെ ഏതെങ്കിലും തിരിഞ്ഞ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് മക്കളെ നിങ്ങൾ ഈ സൂത്രം ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഐഡിയ മനസ്സിലാക്കി ചെയ്യണം. കണ്ടോ? അവസാനത്തേത് ആദ്യത്തേക്ക് എത്താൻ എത്ര
ഏഴുകൾ പോന്നിട്ടുണ്ട്, എത്ര പൊതുവ്യത്യാസമുണ്ട് എന്നാണ് പരിശോധിച്ചത്. അപ്പോഴാണ് നമുക്ക് 127 പൊതുവ്യത്യാസമാണ്. അതൊന്ന് 127 + 1 128 എന്ന് കിട്ടി. അതുകൊണ്ട് പദങ്ങളുടെ എണ്ണം സമം 128 എന്ന് എടുത്തെഴുതുക കേട്ടോ. 14th ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 30 എണ്ണസംഖ്യകളുടെ തുക കണക്കാക്കുക എന്നാണ്. സിമ്പിൾ അല്ലേ? എന്താണ് ആദ്യത്തെ 30 എണ്ണസംഖ്യകളുടെ തുക കാണാനുള്ള മാർഗം? എന്താണ്? +30 അല്ലേ? ആദ്യത്തെ അവസാനത്തെ 30 ആണ്. എന്താണ് എണ്ണസംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രം? n × n + 1/2 അല്ലേ? n × n + 1/2. അതിന്റെ അർത്ഥം എന്താ? n/2 ജോഡികൾ ഉണ്ടാവും. ഇതിൽ 30 എണ്ണത്തിൽ 30ന്റെ പകുതി ജോഡികൾ ഉണ്ടാവും, 15 എണ്ണം അല്ലേ? ആദ്യത്തെ അവസാനത്തെയും കൂടി കൂട്ടിയാൽ 1 + 30. ഇതല്ലേ മാർഗം? 1 മുതൽ 30 വരെ 15 ജോഡികൾ, 30ന്റെ പകുതി ജോഡികളും ഒരു ജോഡിക്ക് 1 30 കൂട്ടിയാൽ 31. ക്ലിയർ? n × n + 1/2 എന്നത് തന്നെയാണ് ഇത് കേട്ടോ. നോക്കൂ, അപ്പൊ 15 × 31, 15 × 31 എത്രയാണ്? 465 അല്ലേ? ആദ്യത്തെ 30 എണ്ണസംഖ്യകൾ അല്ലേ? 30 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം 465. ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഇതിന്റെ തുടർച്ചയാവും അടുത്ത ക്വസ്റ്റ്യൻ. 4ന്റെ ഗുണിതങ്ങളായ ആദ്യത്തെ 30 എണ്ണസംഖ്യകളുടെ തുക കാണുക. ഏതാണ് 4ന്റെ മൾട്ടിപ്പിൾസ്? 4ന്റെ മൾട്ടിപ്പിൾസ് 4 + 8 + 12 എക്സെട്ര. അങ്ങനെ 30ാമത്തെ എത്രയാണ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ 30 എണ്ണം ഉണ്ട്. ഓക്കെ, നമുക്കറിയാം 30ാമത്തെ 30 × 4 120 ആണ് എന്നൊക്കെ അറിയാം. അത് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഈ കണക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. 4ന്റെ ഗുണിതങ്ങളോട് 30 എണ്ണം അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ തുക എന്ന് പറയുന്നത് 4 എല്ലാത്തിലും കോമൺ അല്ലേ? 4ന്റെ ഗുണിതങ്ങളല്ലേ? 4 എല്ലാത്തിലും പൊതുഘടകമാണ്. 4 പുറമേക്ക് എടുത്താൽ, ബ്രാക്കറ്റ് പുറമേ എടുത്താൽ 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 1 + 8നെ 4 കൊണ്ട് ഹരിച്ചാൽ 2, 12ൽ എത്ര നാലുകൾ? 3. അങ്ങനെ 30 എണ്ണം ഉണ്ടാകും അല്ലേ? 4 × ഈ സംഖ്യ നമ്മൾ കണ്ടുവെച്ചതാണല്ലോ. ആദ്യത്തെ 30 എണ്ണ സംഖ്യയുടെ തുക 465. ആൻസർ 465നെ 4 കൊണ്ട് ഗുണിച്ചാൽ 1860 എന്ന് കിട്ടും കേട്ടോ. 465നെ 4 കൊണ്ട് ഗുണിക്കുക, അത്രയേ ഉള്ളൂ. 4ന്റെ ഗുണിതാണെങ്കിൽ 4 കൊണ്ട് ഗുണിക്കുക, 5ന്റെ ഗുണിതാണെങ്കിൽ 5 കൊണ്ട് ഗുണിക്കുക, 7ന്റെ ഗുണിതങ്ങളാണ് ചോദിച്ചെങ്കിൽ 465നെ 7 കൊണ്ട് ഗുണിക്കുക. അതായിരിക്കും ആൻസർ. ഇവിടെ 4ന്റെ ഗുണിതമായതുകൊണ്ട് 465 ആദ്യത്തെ 30 എണ്ണസംഖ്യകളുടെ തുകയെ 4 കൊണ്ട് ഗുണിച്ചാൽ 4ന്റെ ഗുണിതങ്ങളുടെ തുക കിട്ടും. ആ ഒരു ആശയമാണ് നമുക്ക് മനസ്സിൽ ഓർമ്മ വരേണ്ടത്. നെക്സ്റ്റ് പാർട്ടിൽ ചോദിച്ചു നോക്കൂ, എണ്ണസംഖ്യകളുടെ 4ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടിയ ശ്രേണി, അതിലെ 30 പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം. മനസ്സിലായോ? അപ്പൊ നമുക്ക് 4ന്റെ ഗുണിതങ്ങളുടെ തുക നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 1860. ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് അടുത്തതിലേക്ക് കടക്കാൻ സാധിക്കും. ഇതിനോടെല്ലാം 1 വീതം കൂട്ടണം. എത്രേ? എങ്കിൽ 5 + 8 ഇതിനോട് 1 കൂട്ടി 13 അങ്ങനെ 30 എണ്ണം ഉണ്ടാവും അല്ലേ? ഇത് എത്ര എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ അല്ലേ? ഈ ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക കിട്ടാനായിട്ട് ഇതിനോടെല്ലാം ഒരേ പൊസിഷനിൽ 1 വീതമല്ലേ കൂടിയിരിക്കുന്നത്. 1ാം സ്ഥാനത്തുള്ള പദങ്ങളിൽ 1 കൂടി, 2ാം സ്ഥാനത്ത് 1 കൂടി, 3ാം സ്ഥാനത്തെ പദങ്ങളിലും 1 കൂടി, അങ്ങനെ 30 എണ്ണത്തിലും 1 കൂടിയിട്ടുണ്ടാകും അല്ലേ? ഈ തുകയേക്കാൾ 30 എണ്ണത്തിലും 1 കൂടിയിട്ടുണ്ടാകും, അതായത് 30 കൂടിയിട്ടുണ്ടാകും. അതായത് 13 കൂടി കൂട്ടിയാൽ 1860, 30 കൂടിയാൽ 1890 എന്ന ആൻസർ കിട്ടും. സിമ്പിൾ ആണ് മക്കളെ, ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഈ ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനാണ്. ആദ്യത്തെ n പദങ്ങൾ ഈ ഐഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ആദ്യത്തെ ഇതിന്റെ സമാന്തര ശ്രേണിയുടെ n-ാം പദം എന്ന് പറയുന്നത് ഈ ശ്രേണിയാണ് കേട്ടോ, 1 കൂട്ടിയ ശ്രേണി. അതായത് 4ന്റെ ഗുണിതങ്ങളോട് 1 കൂടുതലാണ്. ഈ ശ്രേണിയിലെ പദങ്ങൾ എങ്ങനെ കിട്ടുന്നത്? 4ന്റെ ഗുണിതങ്ങളോട് 1 കൂടുതലാണ്. അതായത് ഇതിന്റെ പൊതുപദം എന്ന് പറയുന്നത് 4n + 1 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ n പദങ്ങളുടെ തുക എന്തായിരിക്കണം? ആദ്യത്തെ n പദങ്ങളുടെ തുക അല്ലെങ്കിൽ തുകയുടെ ബീജഗണിതം ഓൾജിബ്രൈക് ഫോം എന്തായിരിക്കും? നമുക്കറിയാം 4ന്റെ ഗുണിതം അല്ലേ? എണ്ണസംഖ്യകൾ, അതായത് ആ എണ്ണസംഖ്യകളുടെ തുക 1 + 2 + 3 തുക വന്നാൽ നമ്മൾ എണ്ണസംഖ്യയാണ്. ആ ആദ്യത്തെ n എണ്ണസംഖ്യകളുടെ തുക + എക്സെട്ര + en.
പ്ലസ് 1 വീതം വർദ്ധിച്ചിട്ടുണ്ടാകും. എത്ര എണ്ണത്തിൽ? n എണ്ണത്തിലാണ് വർദ്ധിച്ചത്. അവിടെ 30 എണ്ണത്തിൽ എന്ന് പറഞ്ഞതുപോലെ ഈ 1 വർദ്ധിച്ചിരിക്കുന്നത് n എണ്ണത്തിലാണ്. അതായത് 1 ഇൻറ്റു n. മനസ്സിലാക്കുക. 1 വീതം വർദ്ധിച്ചിരിക്കുന്നത് n എണ്ണത്തിലാണ്. അതായത് 1 ഇൻറ്റു n. അതായത് ഇവിടെ വരിക 4 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2. അതല്ലേ ആദ്യത്തെ n എണ്ണസംഖ്യയുടെ തുക എന്ന് പറയുന്നത്. പ്ലസ് n എന്നാണ്. ഇതിൻ്റെ അർത്ഥം 4 2 2n സ്ക്വയർ അല്ലേ? 2n ഇൻറ്റു n 2n ഇൻറ്റു n 2n സ്ക്വയർ 2n ഇൻറ്റു 1 2n പ്ലസ് n. അതായത് ആൻസർ കിട്ടുക 2n സ്ക്വയർ പ്ലസ് 3n എന്നാണ്. 2n സ്ക്വയർ പ്ലസ് 3n. ശരിയല്ലേ? ആദ്യ പദം 2 3 5. ശരിയല്ലേ? 5. പൊതുവ്യത്യാസം 2ന്റെ ഇരട്ടി 4. അങ്ങനെയാണ് ചെക്ക് ചെയ്യുക കേട്ടോ. 4 കൂടി പോകുന്നത് 5. സോറി, ഇവിടെ എഴുതിയതിൽ 8 എഴുതിയിരുന്നത്. ഇവിടെ 9 കേട്ടോ. 8നോട് 1 കൂട്ടി 9. ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ നോക്കുക, നമ്മൾ അവസാനം ചെക്ക് ചെയ്യുമ്പോൾ നോക്കേണ്ടത് 2 3 5 ആദ്യ പദം. ശരിയാണ്. ഇവിടെ 2ന്റെ ഇരട്ടി 4 പൊതുവ്യത്യാസം വേണ്ടത്. ശരിയല്ലേ? 5 4 9 4 13 അങ്ങനെ പോകുന്നു. അപ്പോൾ അതായത് ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടെത്തിയത് ശരിയാണ്. 2n സ്ക്വയർ പ്ലസ് 3n. ക്ലിയർ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് എന്നാ പദം കണ്ടെത്താൻ നമ്മൾ dn പ്ലസ് f മൈനസ് d ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന് അവർ എങ്ങനെയാണ് കിട്ടിയത് എന്ന് അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലേ? വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. 4ന്റെ ഗുണിതത്തോട് 1 കൂട്ടുക. അതായത് പൊതുപദം 4n പ്ലസ് 1. ക്ലിയർ? അതിൽ നിന്ന് നമുക്ക് തുകയുടെ ബീജഗണിത രൂപം കണ്ടെത്താനായിട്ട് ആദ്യത്തെ n പദങ്ങളുടെ തുക സം ഓഫ് ഫസ്റ്റ് n ടേംസ് കണ്ടെത്താനായിട്ട് സാധിക്കും. ക്ലിയർ? 14th ക്വസ്റ്റ്യന്റെ ബി പാർട്ട് നോക്കൂ. 11 13 15 എക്സെട്ര. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനാണ് ചോദ്യം. ബീജഗണിത രൂപം എഴുതുക. ആദ്യം ഈ ശ്രേണി എടുത്തെഴുതുക. 11 13 15 എക്സെട്ര. ഇതിന്റെ എന്നാം പദം കണ്ടുവെക്കുക. എന്നാം പദം xn dn പ്ലസ് f മൈനസ് d അല്ലേ? എന്തായിരിക്കും? 11 dn d 2 ആണ്. 2n പ്ലസ് f എന്ന് പറയുന്നത് 11 മൈനസ് 2 പൊതുവ്യത്യാസം 11 മൈനസ് 2 അതായത് 9. ശരിയല്ലേ? 2n പ്ലസ് 9 ഇതിന്റെ ബീജഗണിത രൂപം. അങ്ങനെയാണെങ്കിൽ തുകയുടെ ബീജഗണിത രൂപം n പദങ്ങളുടെ തുക എന്തായിരിക്കും? 2 ഇൻറ്റു ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക മുമ്പ് ചെയ്തതുകൊണ്ട് ഞാനത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര അങ്ങനെ എഴുതുന്നില്ല. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് നമ്മൾ പറഞ്ഞത് 9n ടൈംസ് അതായത് 9n അല്ലേ? ഇതെന്താണ് വരിക? 2 ക്യാൻസൽ ആയി. n ഇൻറ്റു n പ്ലസ് 1 n സ്ക്വയർ പ്ലസ് n സ്ക്വയർ പ്ലസ് n പ്ലസ് 9n. ശരിയല്ലേ? അതായത് n സ്ക്വയർ പ്ലസ് n എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്കും അറിയില്ല. ഇത് 1n ആണ്. 1n പ്ലസ് 9n 10n. n സ്ക്വയർ പ്ലസ് 10n എന്നതാണ് തുകയുടെ ബീജഗണിത രൂപം. ക്ലിയർ അല്ലേ? തുകയുടെ ബീജഗണിത രൂപം n സ്ക്വയർ പ്ലസ് 10n. ക്ലിയർ? ഇനി എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 600 കിട്ടുക എന്നാണ് അല്ലേ? നമ്മൾ n സ്ക്വയർ പ്ലസ് 10n ആദ്യത്തെ n പദങ്ങൾ കൂട്ടിയാലാണ് 600 കിട്ടുക എന്ന് വിചാരിക്കണം. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ ടു 600. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കാം. വർഗ പൂർത്തിയാക്കൽ രീതി ഉപയോഗിച്ചാൽ n സ്ക്വയർ പ്ലസ് 10n ഏതോ ഒരു സംഖ്യ കൂട്ടിയപ്പോൾ രണ്ട് ഭാഗത്തും ഒരേ സംഖ്യ കൂട്ടണം. ഏത് സംഖ്യയാണ് കൂട്ടേണ്ടത്? n-ന്റെ ഗുണകം 10. 10ന്റെ പകുതിയുടെ വർഗം. 10ന്റെ പകുതി n-ന്റെ ഗുണകം 10. 10ന്റെ പകുതി അതായത് 5ന്റെ സ്ക്വയർ ആണ് കൂട്ടേണ്ടത്. ഇവിടെ ഈ സൈഡ് ഇപ്പൊ എന്തായി മാറി? n സ്ക്വയറിൽ നിന്ന് n പ്ലസ് 5 സ്ക്വയറിൽ നിന്ന് 5 n പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 600 25 ആണ് അല്ലേ? 625 ഇംപ്ലൈസ് n പ്ലസ് 5ന്റെ സ്ക്വയർ 625 ആണ്. എങ്കിൽ ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് 625?
25ന്റെ അല്ലേ? -25 ഇവിടെ സ്വീകരിക്കില്ല. n എന്ന് പറയുന്നത് എണ്ണമാണ്, അതുകൊണ്ട് -25 സ്വീകരിക്കില്ല കേട്ടോ. അതുകൊണ്ട് n+5 എന്ന് പറയുന്നത് 25 ആണ്. n എന്ന് പറയുന്നതോ 20 ആകണ്ടേ? n 20. അപ്പൊ എടുത്തെഴുതണം ആദ്യത്തെ 20, ഈ ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ് 600 അല്ലേ? സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഈക്വൽ ടു 600 എന്ന് എഴുതണം. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം ബീജഗണിതം രൂപം കാണും, എന്നിട്ട് തുകയുടെ ബീജഗണിതം കാണും. തുകയുടെ ബീജഗണിതം കണ്ടാൽ അതിൽ നിന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ സമവാക്യം ഉണ്ടാക്കി നമുക്ക് n-ന്റെ വില കണ്ടെത്താനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. സർക്കിൾസ്, വൃത്തത്തിലെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു ചെയ്താൽ നമുക്ക് 4 മാർക്കും അതിൽ വാങ്ങാൻ സാധിക്കും. നോക്കാം നമുക്ക്. നോക്കൂ, ഇതിൽ തന്ന അളവുകളെ ഞാൻ ചിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യത്തിൽ തന്ന അളവുകളെ നിങ്ങൾ ചിത്രം വലുതാക്കി വരച്ചെടുത്ത് അതിലേക്ക് മാർക്ക് ചെയ്യണം കേട്ടോ. എളുപ്പമില്ലാത്ത മഷി കൊണ്ട് അല്ലേ, പേന കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് നമുക്ക് അളവുകൾ മാറ്റം വരാത്തതാണ്, അതുകൊണ്ട് മാർക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ തന്ന അളവുകളെ പേന കൊണ്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി കണ്ടുപിടിക്കുന്ന അളവുകളെ നമ്മൾ അതാത് സമയത്ത് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാം. നമുക്ക് മാർക്കണമെങ്കിൽ നമുക്ക് മാറ്റാൻ തക്കവണ്ണം നമ്മൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ BDC എത്ര എന്നാണ്. നോക്കൂ, എങ്കിൽ BDC ഡിയിലാണ് എങ്കിൽ എന്നും ബിയിലും സിയിലുമാണ് അതിന്റെ അറ്റങ്ങൾ വന്ന് മുട്ടുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കണം. ബിന്നും സിയിലെന്നും BDC കണ്ടോ, ഈ കോണളവാണ് എത്ര എന്ന് ചോദിച്ചത്. നോക്കൂ, BC അറ്റങ്ങൾ, അതായത് ഈ ചാപം BC അല്ലെങ്കിൽ ഈ കോഡ് BC ആണ് ഈ കോൺ ഉണ്ടാക്കുന്നത് അല്ലേ? ചാപം BC ഉണ്ടാക്കുന്ന വേറെ ഏതെങ്കിലും കോണുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാനുണ്ടോ? നോക്കൂ, ബിയിലും സിയിലും ഞാൻ കൈവച്ചിട്ടുണ്ട്. ബിയിലും സിയിലെന്നും ഇവിടേക്കല്ലാതെ വേറെ ഏതിലേക്കാണ് സൈഡുകൾ പോയിരിക്കുന്നത്? നോക്കൂതാ, കണ്ടോ, ഇവിടെ 50 ഡിഗ്രി ഉണ്ട്. അപ്പൊ ഈ തന്ന 50 നമുക്ക് എഴുതേണ്ടത് ഇതേ ഇവിടെ തന്നെയാണ്. കാരണം ഒരേ ചാപം ഉണ്ടാക്കുന്ന കോണുകളെല്ലാം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ തുല്യമാണ് അല്ലേ? അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ, ഈ ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെയിം ആയിരിക്കും. അതുകൊണ്ട് ഈ പോയിന്റിൽ ഉണ്ടാകുന്ന 50 ആണെങ്കിൽ ഇതേ പോയിന്റിലും 50 തന്നെയാണ് ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? അത് ഒന്നുകിൽ കൂട് ഉണ്ടാക്കുന്ന ആംഗിൾ അതിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് സെയിം ആണെന്ന് പറയാം, അല്ലെങ്കിൽ ആർക്ക്, അല്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ അതിന്റെ മറുഖണ്ഡത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ് എന്ന ആശയം എഴുതാം, അല്ലെങ്കിൽ എന്തെഴുതാം, ഒരു ചാപം അതിന്റെ മറുചാപത്തിലെ ഏതൊരു ബിന്ദുവിലും ഉണ്ടാക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. അതായത് നമ്മൾ എപ്പോഴും അതിന്റെ 2 എൻഡ് പോയിന്റ്സ് നോക്കുക. അവിടെ നിന്ന് ഡിയിലേക്ക് ആംഗിൾ പോണത് പോലെ തന്നെ ഇതിൽ നിന്ന് തന്നെ ആണ് എയിലേക്കും വന്നത്. ഈ ആംഗിൾ അല്ല, മറിച്ച് ഇതാണ്. അങ്ങനെയാണ് ഇത് 50 ഡിഗ്രി എന്ന് കിട്ടിയത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കൂ, ആംഗിൾ ACB. അപ്പൊ നിങ്ങൾ എവിടെ ശ്രദ്ധിക്കണം? എയിൽ നിന്നും ബിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാണ്. ACB തുടങ്ങുന്നത് എയിൽ നിന്നും ബിയിൽ നിന്നും. ആംഗിൾ കോൺ ഉണ്ടാക്കുന്നത് സിയിലാണ് കേട്ടോ. എയിലും ബിയിലുമാണ് നമ്മൾ കൈവയ്ക്കുന്നത്, എയിലും ബിയിലും. കണ്ടോ, സിയിൽ കോൺ ഉണ്ടാക്കുന്നു, അതായത് ഈ കോണാണ് ചോദിച്ചത് എന്ന് ആദ്യം മനസ്സിലാക്കണം. എയിലും ബിയിലും കൈവച്ച് സിയിലാണ് എത്തുന്നത്. ഈ ആംഗിളാണ് കാണേണ്ടത്. ക്ലിയർ? ഇവിടെ കൈവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടേക്കല്ലാതെ വേറെ എവിടേക്കാണ് ഇതിന്റെ ആംഗിൾ ഉണ്ടാക്കിയത്. നോക്കൂ, അങ്ങനെ 2 വര പോകുന്നു കേട്ടോ. അത് ഇവിടെ 20 ആണെങ്കിൽ ഇതേ ആർക്ക്, ഇതേ ചാപം AB ഉണ്ടാക്കുന്ന വേറെ ആംഗിളാണ് ഇത്, അതും 20 തന്നെയാണ്. പെൻസിൽ കൊണ്ട് 20 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഉടനെ നിങ്ങൾ ഇതിലും 20 ഡിഗ്രി എഴുതുക. ഓക്കെ, മനസ്സിലായില്ലേ? രണ്ടും സെയിം ഒരേ സമയത്ത് ചെയ്യാം. അവിടെ മാർക്ക് ചെയ്താൽ ഉടനെ നിങ്ങളുടെ ആൻസറിലും അത് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് ആംഗിൾ ABC. എയിലും സിയിൽ നിന്നും തുടങ്ങി ബിയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, എയിൽ നിന്നും സിയിൽ നിന്നും, എയിൽ നിന്നും ചാപം AC ആണ്, എയിൽ നിന്നും സിയിൽ നിന്നും, കണ്ടോ, എയിൽ നിന്നും സിയിൽ നിന്നും എ ഇവിടെയുണ്ട്, സി ഇവിടെ, AC ആണ്, AC. അത് ABC എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ്, കണ്ടോ, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് ABC. അപ്പൊ പല കുട്ടികളും ഇത് 90 ഡിഗ്രി എന്ന് എഴുതി പോകും. ഇത് എത്രയാണെന്നാണ് ചോദ്യം. ഇത് എത്രയാണെന്നുള്ളതിന് ചോദ്യം ABC എത്രയാണ് എന്നാണ് ചോദ്യം. ചാപം ABC
കാണാനില്ലല്ലോ. ഇത് 90 ഡിഗ്രി എന്ന് എഴുതരുത്, കാരണം കേന്ദ്രം ഇവിടെയാണ്, ഇത് വ്യാസമല്ല കേട്ടോ, ഡയമീറ്റർ അല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇനി അറിയാത്ത ഇതിൽ നിന്ന് ഈ 70 ഡിഗ്രി തന്നതുകൊണ്ട് നമുക്ക് ഈ ഏങ്കിൾ കണ്ടെത്തിക്കൂടെ? ഈ ഏങ്കിൾ എങ്ങനെ കാണാം? 70ഉം 50ഉം 120 ഇത് മൂന്നും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 180, 180 കിട്ടണം അല്ലേ? 70ഉം 50ഉം 120 കഴിഞ്ഞാൽ ബാക്കി ഇത് എത്രയായിരിക്കണം? 60 ആകില്ലേ മക്കളെ? അപ്പൊ ഇത് 60 എന്ന് പെൻസിലോട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇത് 60, ഈ 60 വേറൊരു സ്ഥലത്ത് കൂടി എഴുതാനുണ്ടാവും, നോക്കാം അതാരാണ്. 60 ഡിഗ്രി ഉണ്ടാക്കിയത് ഇതിന്റെ രണ്ടറ്റങ്ങൾ എയിലും ഡിയിലുമാണ്. അത് വേറൊരു എവിടെയാണ് ഉണ്ടാകുന്നത്? ഈ ഏങ്കിൾ 60 കണ്ടോ, ഇത് 60 മനസ്സിലായില്ലേ? അതായത് 70 ഡിഗ്രി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 60 ഡിഗ്രിയിലേക്ക് എത്തി. ആ 60 ഡിഗ്രി ചാപം AD ആണ് ഉണ്ടാക്കിയത്. ആ ചാപം AD ഉണ്ടാക്കിയ മറ്റൊരു കോണിനെ കണ്ടെത്തി, അതാണ് ഈ ചെറിയ ഏങ്കിൾ 60 ഡിഗ്രി. ഇനി ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മുഴുവൻ കിട്ടും അല്ലേ? ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും മക്കളെ? ഇതൊരു ലൈനാണ്, ലീനിയർ പെയർ ആണ്, ലീനിയർ പെയർ, രേഖീയ ജോഡിയാണ്. രേഖീയ ജോഡിയാണെങ്കിൽ ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 110 ആയിരിക്കണ്ടേ? 110 അല്ലേ? 70 ആണെങ്കിൽ ഇത് 110 ആയിരിക്കണം, കാരണം രേഖയുമായുള്ള രണ്ട് കോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. ലീനിയർ പെയർ ആണ് കേട്ടോ. അതായത് ലീനിയർ പെയറിന്റെ ഏങ്കിൾ സം 180 ഡിഗ്രിയാണ്. ഇത് 70 ആണെങ്കിൽ ബാക്കി 110 ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് എത്താൻ നമുക്കൊരു മാർഗം തുറന്നു കിട്ടി ഇല്ലേ? 110ഉം 20ഉം 130 കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 50 ഡിഗ്രിയാണ്. കാരണം ഈ ട്രയാങ്കിളിലെ ഏങ്കിൾ സം 180 ഡിഗ്രിയാണ് കേട്ടോ. ത്രികോണത്തിലെ 3 കോണുകളുടെ തുക 180. അങ്ങനെ ഇവിടെ 50ലേക്ക് എത്തി. അപ്പൊ പല സ്റ്റെപ്പുകളും കടന്നിട്ടാണ് നമ്മൾ ഇവിടെ 50ലേക്ക് എത്തിയത് അല്ലേ? അതായത് ഏങ്കിൾ ABC എത്രയാണ്? ഏങ്കിൾ ABC 60 പ്ലസ് 50, 60 പ്ലസ് 50 അതായത് 110 എന്ന് എഴുതണം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് ഏങ്കിൾ DCE ആണ്. മക്കളെ ഇവിടെ എവിടെയെങ്കിലും ഈ കാണാനുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. DCE ആവില്ല അവർ ചോദിച്ചത്. മിസ്റ്റേക്ക് പറ്റിയതാവും, പ്രിന്റിംഗ് മിസ്റ്റേക്ക്. DCA ആകാനാണ് സാധ്യത. എങ്കിൽ DCA ആണ് ചോദിച്ചിരുന്നതെങ്കിൽ നമുക്ക് ഉടനെ ഉത്തരം പറയാം. എത്രയാണ്? ഇത് 50 ആണെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു DCയിൽ നിന്ന് Bയിൽ 50 ആണെങ്കിൽ DCയിൽ നിന്നുണ്ടാകുന്ന Aയിലുള്ള ഏങ്കിളും 50 ഡിഗ്രി ആയിരിക്കും. അതായത് ഇത് 50 ഡിഗ്രിയാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലെ മിസ്റ്റേക്ക് ആണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്താണ് നോക്കിയില്ല ഞാൻ. മലയാളം മീഡിയത്തിലെ DCE എന്നാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ ശരിയാണെങ്കിൽ എങ്കിൽ DCA ആണ് ചോദിച്ചതെങ്കിൽ 50 ഡിഗ്രി. ഇനി വേറൊന്നും ചോദിക്കാൻ ഇവിടെ സാധ്യതയില്ല. പിന്നെ ഉള്ളത് ഈ രണ്ട് ഏങ്കിളാണ്. ഇത് 110 ആണെങ്കിൽ ഇത് 110, ഇത് 70 ആണെങ്കിൽ ഇവിടെ 70. ബാക്കി എല്ലാ ഏങ്കിളുകളും നമ്മൾ കണ്ടെത്തിയതാണ്. ഇനി ചതുർഭുജത്തിന്റെ കോണുകളായിരുന്നു നിങ്ങളോട് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? 4 കോണുകൾ, ഒന്ന് 110, മറ്റൊന്ന് 100, ഇത് 70, പിന്നെ ഇത് 80 ഡിഗ്രി. അപ്പൊ 4 കോണുകളുടെ അളവുകൾ നമുക്ക് എഴുതാൻ സാധിക്കും. പലപ്പോഴും അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ക്ലിയർ ആയില്ലേ? എളുപ്പമല്ലേ ഈ ചോദ്യം? നന്നായി മനസ്സിലാക്കി ചെയ്യുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രണ്ട് എൻഡ് പോയിന്റ്സ് നോക്കുക. BC ആണെങ്കിൽ നമ്മൾ BCയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡിയിൽ, BC എന്ന ചാപം ഉണ്ടാക്കുന്ന കോൺ, ഡിയിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന ഐഡിയയിൽ നിങ്ങൾ നോക്കുക കേട്ടോ. അല്ലാതെ ഇതിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. കൃത്യമായി ഏത് പോയിന്റിലാണ് എന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. അതിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ്, രണ്ട് അഗ്രബിന്ദുക്കൾ Bയും Cയും ആണെങ്കിൽ Bയും Cയിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ ചെല്ലണം. എന്നിട്ട് ഡിയിലും, പിന്നെ ഡിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ നോക്കണം കേട്ടോ. ആ ഐഡിയ ഉപയോഗിച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. 2 or 3 പ്രോബ്ലം നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്കത് സാധിക്കും കേട്ടോ. നാം ഇന്ന് സമ്മേറ്റീവ് അസസ്മെന്റ്, അതായത് പാദവാർഷിക ആത്യന്തിക പരീക്ഷയുടെ സെക്ഷൻ B പാർട്ടാണ് ചെയ്തത്. സെക്ഷൻ A മുൻപ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാ എക്സാമും കഴിഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണം, നിർബന്ധമായും ആൻസർ ചെയ്യണം കേട്ടോ. നിങ്ങൾ എല്ലാ എക്സാമും കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായും ആൻസർ ചെയ്യണം. അതിൽ എന്താണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞ് അത് നികത്താനായിട്ട് ശ്രമിക്കണം. എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായി പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും പരീക്ഷ കഴിഞ്ഞാൽ ഉറപ്പായും അത് ആൻസർ ചെയ്യണം. ഹോളിഡേയ്സ് വരുമ്പോൾ കുറച്ച് സമയമെങ്കിലും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ.
എങ്കിൽ നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കും. ഓക്കെ, മനസ്സിലാക്കി പഠിക്കുക, നല്ല ആത്മവിശ്വാസത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.